ഹലോ, നമസ്കാരം. മാർക്കോൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എന്നാണ് തോന്നണത്, അല്ലേ? മാർക്കോൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ മലയാളത്തിൽ ആരെങ്കിലും അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമകളെ കുറിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി എന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്കോ 2-ൻ്റെ ഒക്കെ കാര്യം എന്താവുമോ ആവോ, ഇറങ്ങുമോ? ഒന്നാമത് നമുക്കറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് ഉണ്ടായിരുന്നു, ഗംഭീര ഹിറ്റിലേക്ക് പോയൊരു സിനിമയാണ്. സോ ഒബ്വിയസ്ലി രണ്ടാം ഭാഗത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒന്നാം ഭാഗത്തിൻ്റെ ഒരു പടി മേളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമല്ലോ. ഇപ്പോൾ വയലൻസിൻ്റെ കേസിലാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പരിപാടികളൊക്കെ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ ഇടയിൽ കൊലപാതകം, അല്ലാത്ത ആളുകളുടെ ഇടയിലാണെങ്കിലൊക്കെ കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആളുകൾ ഇങ്ങനെ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ സിനിമയൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ അതാണല്ലോ വലിയ ചർച്ചാ വിഷയം. എല്ലാം സിനിമയുടെ മണ്ടയ്ക്കാണല്ലോ കൊണ്ടുപോയിട്ട് ഇടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇനി രണ്ടാം ഭാഗത്തിൻ്റെ കാര്യമൊക്കെ എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇറങ്ങണ കാര്യവും ഡൗട്ടാണ്. ഇനിയിപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അത് വല്ല കുടുംബപടമായി മാറാനുള്ള സാധ്യതകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യണം, വയലൻസിനെ എൻകറേജ് ചെയ്യണമെന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മൾ എൻകറേജ് ചെയ്യുമൊന്നുമല്ല, പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ ആണ് പറയുന്നത്. ഇപ്പോൾ സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പിള്ളേർ ഇതൊക്കെ കണ്ടിട്ട് അനുകരിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ സിനിമകൾ ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ നന്നാവുമോ, ആളുകൾ നല്ലതാവുമോ? സിനിമകൾ മാത്രമാണോ ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെ വഴിതെറ്റിക്കുന്നത്? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. സിനിമകൾ മാത്രമാണോ ഇവിടെയുള്ള ആളുകളെ വഴിതെറ്റിക്കുന്നത്? ഇപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ ഇറങ്ങാതായി കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള എന്താ പറയുക, കത്തിക്കുത്തും കൊലപാതകങ്ങളൊക്കെ നടക്കാതെ ആവുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, മലയാളത്തിൽ ഇപ്പം മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ഇപ്പം അത്തരത്തിലുള്ള വയലൻസ് സിനിമകളൊക്കെ ഇപ്പോഴാണ് ആക്ച്വലി വരുന്നത് മലയാളത്തിൽ, മനസ്സിലായില്ലേ? അപ്പം ഈ പറഞ്ഞ എന്താണ് കൊത്തിക്കുത്തും കൊലപാതകവും ആൾക്കാരുടെ കഞ്ചാവടിയും ഇവിടെയുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നും നേരം തുടങ്ങിയ കാര്യമൊന്നുമല്ല. പണ്ട് തൊട്ടേ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു വലിയ റിയാലിറ്റിയാണ്. ഇനിയിപ്പോൾ ഇവിടെ മലയാളത്തിൽ, കേരളത്തിൽ ഈ പറഞ്ഞ വയലൻസ് സിനിമകൾ ഇനിയിപ്പോൾ ഇറക്കണ്ട എന്നൊരു തീരുമാനം എടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ബാൻ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ എന്താണ് പറയുക, പണ്ടാണെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ആളുകൾ, അത് വിദ്യാർത്ഥികളായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, മലയാളത്തിലുള്ള സിനിമകൾ മാത്രമാണോ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും കാണുന്നത്? അല്ല, ആളുകൾ പല ഭാഷയിലുള്ള സിനിമകൾ ആക്ച്വലി കാണുന്നുണ്ട്, പല ജോൺറയിലുള്ള സിനിമകൾ കാണുന്നുണ്ട്. അത് പണ്ടാണെങ്കിലും അതെ. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ OTT പ്ലാറ്റ്ഫോംസ് വളരെ ആക്റ്റീവാണ്. പലതരത്തിലുള്ള OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ OTT പ്ലാറ്റ്ഫോംസിൽ പല ഭാഷയിലുള്ള സിനിമകൾ വരുന്നുണ്ട്, പല ജോൺറേസിലുള്ള സിനിമകൾ വരുന്നുണ്ട്. സോ ആളുകൾ കാണും. ആളുകൾക്ക് ഇപ്പോൾ വയലൻസ് സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, എവിടുന്നാണോ അത് കാണാൻ വേണ്ടി പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണും. അത് ആ ജോൺറയോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ സിനിമ എന്നുള്ളൊരു ആർട്ട് എന്നുള്ള രീതിയിലുള്ളൊരു ഇഷ്ടം കൊണ്ട് കാണുന്നവരാണ് പലരും. എല്ലാവരും ഇതൊന്നും കണ്ടിട്ട് ഇൻഫ്ലുവൻസ് അടിച്ചിട്ട് ഇതൊന്നും അനുകരിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരൊന്നും അല്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിലും കുറേ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ സിനിമ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട് കാണുന്നവരാണ്. അത് പല ഭാഷയിലുള്ള പല ജോണറിലുള്ള സിനിമകൾ കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഒരു പിള്ളേരായിക്കോട്ടെ ആരായിക്കോട്ടെ അതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു കാര്യം, ഇപ്പോൾ സിഗരറ്റ് വലിക്കാനും കള്ളു കുടിക്കാനും കഞ്ചാവ് അടിക്കാനും അല്ലെങ്കിൽ ഒരാളെ തല്ലിക്കൊല്ലാനും ഉപദ്രവിക്കാനൊക്കെ ഉള്ളൊരു പ്രവണത ഉണ്ടാവുന്നുണ്ട്. ഒരു സിനിമ കണ്ടിട്ട് അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി, അവരുടെയൊക്കെ തിങ്കിങ് കപ്പാസിറ്റി എത്രത്തോളം ചെറുതാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം വീക്കാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ആ രീതി ചിന്തിക്കുക, സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കുക. എന്തോരം വീക്കസ്റ്റ് ആയിട്ടുള്ള ബ്രെയിനായിരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക്, അത്തരത്തിലുള്ള ഇതൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ആളുകൾക്ക് ഒരു സിനിമ കാണണം എന്ന് നിർബന്ധമുണ്ടോ? ഒരു വയലൻസ് ഉള്ള സിനിമകൾ കാണണമെന്ന് നിർബന്ധമുണ്ടോ ഇവർക്ക് ഇതൊക്കെ അനുകരിക്കാൻ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈംസ് അവർക്ക് നടത്താൻ സിനിമകൾ കാണണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുമ്മിയെ തെറിക്കുന്ന മൂക്കും കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നടക്കുന്നത്. സിനിമ വേണം നിർബന്ധമില്ല. സിനിമ അവർ കണ്ടില്ലെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അവർ എവിടെയെങ്കിലൊക്കെ കാണുക കേൾക്കുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഇൻഫ്ലുവൻസ് അടിക്കും. അവരങ്ങനെയാണ്, അവരുടെ തലച്ചോറ് അങ്ങനെയാണ്, അവരുടെ തിങ്കിങ് കപ്പാസിറ്റി അങ്ങനെയാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ മെന്റാലിറ്റി അല്ലെങ്കിൽ ഉള്ളിൻ്റെ അകത്തൊരു ഒരു വല്ലാത്ത ജാതി ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കാണുന്ന സമയത്ത് ഒരു ക്രൈം നടത്താനുള്ള ഒരു പ്രവണതയെക്കാട്ടിലും ഉപരി
അവർക്ക് മാർഗം കിട്ടുന്നേ ഉള്ളൂ. ഇപ്പൊ സിനിമയിൽ പലതരത്തിലുള്ള ആളുകളെ കൊലപാതകമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണുന്ന സമയത്ത് ഇത് ഒരു ക്രൈം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതേപോലൊരു ആ ഒരു മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ ആയിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറയുന്നത്. പക്ഷെ ഇത് ചെയ്യുന്ന ക്രൈം ചെയ്യുന്ന ആള് അവന്റെ ഉള്ളിന്റെ അകത്ത് ക്രൈം ചെയ്യണം എന്നുള്ളതുണ്ട്. ചെയ്യണം എന്നുള്ളൊരു തോന്നൽ സിനിമ കണ്ടുണ്ടാവുന്നതല്ല, സിനിമ കണ്ടിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് തോന്നുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാ ക്രൈം ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ്? അവന്റെ മനസ്സിന്റെ അകത്ത് ചില കാര്യങ്ങൾ ലാക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സിമ്പതി ഇല്ല, എമ്പതി ഇല്ല, മനുഷ്യനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നെന്നുള്ളൊരു ചിന്തയില്ല, മനുഷ്യനാണ് വേദനിക്കും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തയില്ല, സ്നേഹവും അറ്റാച്ച്മെന്റ് ഇല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങള് ലാക്ക് ചെയ്യുന്നതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ ലാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൈം ഇവിടെ കൂടുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പൊ ഇവിടെ സിനിമയുടെ നെഞ്ചത്തേക്ക് മാത്രം ആൾക്കാർ കയറി സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രം ഒരു വലിയ ചർച്ചാ വിഷയമാക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങളെ മൊത്തം കവർ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഞാൻ വീണ്ടും പറയണു, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷെ അത് മാത്രമായ ഒരു കാരണമായി പറയുമ്പോഴാണ് പ്രശ്നം. അത് മാത്രമാണോ? ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ആക്ച്വലി പിള്ളേരെ ആണെങ്കിലും ആളുകളെ ആണെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു റിയാലിറ്റിയാണ്. സത്യല്ലേ? ഇപ്പൊ സുകുമാരക്കുറുപ്പ് ഒരു സിനിമ കണ്ടിട്ടാണോ അത്രയും ക്രൈം നടന്നത്? അല്ല, അല്ലേ? അന്തക്കാലത്ത് അയാള് പണി വെച്ചിരിക്കുന്ന ക്രൈം അതാ. അയാൾ ഏത് സിനിമയാണോ കണ്ടത്? അപ്പൊ പണ്ട് തൊട്ടേ കൊലപാതകങ്ങളും കത്തിക്കുത്തും പീഡനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പണ്ട് കാലം തൊട്ടേ നടക്കുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഈ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പോലെ ന്യൂസ് ചാനൽസോ ഇപ്പോഴത്തെ അത്ര അന്ന് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വാർത്തകൾ കൂടുതൽ അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോ ഇതൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് ഇവിടെ എവിടെ കൊല നടന്നാലും എവിടെ പീഡനം നടന്നാലും നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഇതാണ് വ്യത്യാസങ്ങൾ. അപ്പൊ ഇപ്പൊ ഈ കൊലപാതകങ്ങൾ കൂടുന്നു എന്നുള്ളതിന്റെ അർത്ഥം പണ്ട് നടന്നിട്ടില്ല എന്നുള്ളതല്ല, ഇപ്പോഴും നടക്കുന്നുണ്ട്, അപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കൂടുതൽ അറിയുന്നു, പണ്ട് നമ്മൾ ഇപ്പോഴത്തെ അത്ര അറിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ കൊലപാതകവും പീഡനവും കഞ്ചാവടി പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഒക്കെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നു പറയുന്നത് വേറെ എന്തിനെയൊക്കെയോ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതിന്റെ ശ്രമമല്ലേ? നിങ്ങൾ പറ. ഞാൻ വീണ്ടും പറയണു, തുമ്മിയെ തെറിക്കണ മൂക്കും കൊണ്ടാണ് ഇവിടെ പലരും നടക്കുന്നത്. അത് പിള്ളേരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഇതൊക്കെ എന്തെങ്കിലും അതിൽ സിനിമ കാണുന്നില്ല, എന്ത് കണ്ടാലും ഇൻഫ്ലുവൻസ് അടിക്കും. അത് ബ്രെയിൻ കപ്പാസിറ്റിയുടെ പ്രശ്നമാണ്, ബ്രെയിനിന്റെ കപ്പാസിറ്റിയുടെ പ്രശ്നം തന്നെയാണത്. ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ക്രിമിനൽ വാസന അല്ലെങ്കിൽ സിമ്പതി ഇല്ലാത്തവന്മാർക്ക്, എമ്പതി ഇല്ലാത്തവന്മാർക്ക് മാത്രമേ ഒരാളെ കൊല്ലാനും ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനൊക്കെ തോന്നത്തുള്ളൂ. അത് അവൻ്റെയും അല്ലെങ്കിൽ അവൻ്റെ ഒക്കെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. അതൊരു സിനിമ കാണുന്ന സമയത്ത് മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ആ സിനിമ കാണണം എന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിനിമ കണ്ടില്ലെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിലൊരു ക്രൈം ഇന്നല്ലെങ്കിൽ നാളെ അവർ കമ്മിറ്റ് ചെയ്യും. അപ്പൊ അത് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യമാണ് ഇവിടെ ആക്ച്വലി ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് സിനിമ കണ്ട നെഞ്ചത്ത് കയറിയിട്ട് എന്താണ് കാര്യം? അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. നിയമത്തെ ഇവിടെ ആളുകൾക്ക് ഭയമുണ്ടോ? ഒറ്റ ചോദ്യം, നിയമത്തെ ആളുകൾക്ക് ഭയമുണ്ടോ? ഇല്ല. ഭയക്കാനുള്ള നിയമം ഇവിടെ ഉണ്ടോ? എനിക്കറിയില്ല. പലരും ഇവിടെ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് നിയമം പോലും പഠിച്ചു വെച്ചിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവിടെ ക്രൈം നടത്തുന്ന ആൾക്കാർ പറയുന്ന ഡയലോഗ് എന്താ? ഞാനിപ്പോൾ ഇങ്ങനൊരു ക്രൈം ചെയ്തിട്ട് അകത്തേക്ക് പോകുന്നു, ഇങ്ങനെ അകത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഈ പ്രായം, ഞാൻ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഈ പ്രായം, ഞാൻ വീണ്ടും ജീവിക്കും എന്നൊക്കെ പറയാനുള്ള ഡയലോഗ് അടികൾ ഇവിടെ ആളുകൾ അടിക്കുന്നുണ്ട്. ക്രൈം ചെയ്തിട്ട് അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഡയലോഗ് അടിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ നിയമത്തെ കുറിച്ചിട്ട് ഇവർ ഈ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. പക്ഷെ ഈ കോൺഫിഡൻസ് ഒരു ക്രൈം നടത്തുന്നതിന് മുമ്പ് ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നിയമത്തെ ഭയമില്ലാത്തോണ്ടാ. അപ്പൊ നിയമപരമായിട്ട് ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ ക്രൈംസ് ഇവിടെ തടയാൻ എന്തൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും, സമൂഹത്തിൽ എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചർച്ചകൾ ഇവിടെ ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് അത്തരത്തിലുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും സീരിയസ് ആയിട്ട് ഉണ്ടാവുന്നതിന് പകരം എന്തെങ്കിലും ഒരു ക്രൈം നടക്കുമ്പോഴേക്കും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയുന്നിട്ട് RDXന്റെ മാർക്കോന്റെ നെഞ്ഞത്ത് കയറാൻ വേണ്ടിയിട്ട് നിന്നിട്ട് എന്ത് പ്രയോജനമുള്ളതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സിമ്പിൾ ചോദ്യം, ലോജിക്കാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചോട്ടെ, സിഗരറ്റ് വലിക്കുന്നത് നല്ലതാണോ? ഒറ്റ ചോദ്യം, സിഗരറ്റ് വലിക്കുന്നത് നല്ലതാണോ? അല്ല. സിഗരറ്റ് ശരീരത്തിന് കേടാ, ക്യാൻസർ വരും,
വേറെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. അഡിക്ഷനുള്ള സാധ്യതയുള്ള സാധനമാണ് സിഗരറ്റ്. ഇത് വലിക്കുന്ന ആളുകള് ഇത് നല്ലതാന്ന് വിചാരിച്ചിട്ടാണോ വലിക്കുന്നത്? അല്ല, അസുഖം വരും, പ്രശ്നമാവും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വലിക്കുന്നത്. അറിഞ്ഞിട്ട് തന്നെയാണ് വലിക്കുന്നത് സിഗരറ്റ്, അല്ലേ? പിന്നെ കള്ള് ഇവിടെ എല്ലാവരും കള്ളിനെ കുടിക്കുന്നേ. കള്ള് മനുഷ്യരെ കുടിക്കുന്ന അവസ്ഥയിലാ പലരും. അപ്പൊ ഇത് രണ്ടും പ്രശ്നമാണ്. കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഭാര്യയെ കൊല്ലുന്ന ആൾക്കാരുണ്ട്, അല്ലേ? മക്കളെ പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട് കള്ളു കുടിച്ചിട്ട്. ഉണ്ട്, റിയാലിറ്റിയാ. പക്ഷെ ഈ സിഗരറ്റ് ആണെങ്കിലും കള്ളാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഇതൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്ന കാര്യങ്ങളാ, അല്ലേ? ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മോശപ്പെട്ട കാര്യമായിട്ടും ഇതും ആളുകളെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതൊന്നും നിരോധിക്കുന്നില്ല? ഇതൊക്കെ ഇവിടെ ഉള്ള കാര്യമല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും നിരോധിക്കണം എന്നല്ല. ഇവിടെ സിഗരറ്റും ആൾക്കാർ വലിച്ചോട്ടെ, സിഗരറ്റ് സെല് ചെയ്തോട്ടെ, കള്ളും സെല് ചെയ്തോട്ടെ, എല്ലാം ആയിക്കോട്ടെ. പക്ഷേ എന്താണ് പറയുക, ഇതൊക്കെ ആളുകളെ ബാധിക്കുന്നില്ല എന്ന് പറയരുത്. കള്ളാണെങ്കിലും ഇതൊക്കെ ആളുകളുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്, കുടുംബത്തിൽ എന്താണ് പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊന്നും ആരും സംസാരിക്കാതെ, ഇതിനെക്കുറിച്ചിട്ട് ഒന്നും ഇത് ലീഗലാണ് എന്നുള്ളതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് ആരും സംസാരിക്കാതെ ഇതിനെ മാറ്റി വെച്ചിട്ട് എല്ലാവരും സിനിമയുടെ പുറകെ അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണേ, വഴിതെറ്റിക്കണേ, കൊലപാതകം നടത്തണേ എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞു നടക്കുന്നിടത്ത് മാത്രമാണ് എൻ്റെ ഒരു വിയോജിപ്പ്. പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും വേണേ, അത്രയേ ഉള്ളൂ. പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം. പിന്നെ ഈ പറഞ്ഞ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം, കഞ്ചാവ് ആയിക്കോട്ടെ, MDMA പോലത്തെ സാധനങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതിവിടെ കൂടുന്നുണ്ട്. ഈ പിള്ളേരുടെ അടുത്ത് ഇത് കൂടുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഇത് പിടിക്കാനും പിടിച്ചകത്തിടാനും പിന്നെ കുറെ നാൾ അതിൻ്റെ അകത്തുനിന്ന് വെളിയിലേക്ക് വരാൻ വേണ്ടി പറ്റാത്ത സാഹചര്യത്തിലേക്കൊക്കെ എത്തിക്കുകയും, ഇത് വലിക്കുന്ന ആൾക്കാരെ അല്ല, കഞ്ചാവും MDMA അതും ഇതൊക്കെ വലിക്കുന്ന ആൾക്കാരെ മാത്രമല്ല പിടിക്കേണ്ടത്, അവർക്ക് ഇത് കിട്ടുന്നോണ്ടാ വലിക്കണേ. ഇതെവിടുന്നാ വരുന്നേ? വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, വലിക്കുന്നത് കിട്ടുന്നോണ്ടാ. മനസ്സിലായില്ലേ? കഞ്ചാവാണെങ്കിലും MDMA ആണെങ്കിലും അതും ഇതൊക്കെ ആണെങ്കിലും ഇത് വലിക്കുന്നത് കിട്ടുന്നോണ്ടാ, ഉപയോഗിക്കുന്നത് കിട്ടുന്നോണ്ടാ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എവിടുന്നാ വരുന്നേ? ആരേതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ആളുകള്? അന്വേഷണം വേണ്ടേ? അതിന്റെ പുറകെ വെച്ച് പിടിക്കണ്ടേ? അത് വളരെ 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 സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിന്റെ എതിരെയൊക്കെ നടപടി വേണം. ഇതിനെതിരെയൊക്കെ എന്താണ് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വേണം. അത്തരത്തിലുള്ള നിയമപരമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കട്ടെ. അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? ആര് ചർച്ച ചെയ്തു? ന്യൂസ് ചാനൽസിൽ ആരും ചർച്ച ചെയ്യുന്നില്ല അതിനെ കുറിച്ചിട്ടൊന്നും സ്ട്രോങ് ആയിട്ട്. അതാണ് സംസാരിക്കേണ്ടത്. അപ്പോഴും എല്ലാവരും സിനിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ ഇന്ന് ഞാൻ മറ്റേ ഷെരീഫ് മുഹമ്മദിന്റെ ഒരു സംഭവം ഞാൻ ഇതില് മീഡിയക്കകത്ത് ആക്ച്വലി കണ്ടായിരുന്നു. എന്താണ് അയാള് കുത്തിരുന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോ വയലൻസ് കുറഞ്ഞിട്ടുള്ള സിനിമകളെ ഇനിയിപ്പോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കുത്തിരുന്ന് പറയുന്നുണ്ട്. എന്തോ അയാളെ കുരിശ് കയറ്റുന്ന പോലെയാണ് ഇപ്പോ കാര്യങ്ങൾ പോകുന്നത്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നത്. ലഘൂകരിക്കരുത്, പൊട്ടരാക്കരുത് ആളുകളെ. മീഡിയ ചാനൽസ് ആണെന്നുണ്ടെങ്കിൽ ആളുകളെ പൊട്ടരാക്കരുത്. ചർച്ച നടത്തുന്ന ആൾക്കാർ പൊട്ടരാക്കരുത്. ഇവിടുത്തെ ആൾക്കാരെ ഇതൊന്നും അറിയുന്നില്ല എന്നാണ് വിചാരം. എല്ലാ സിനിമയുടെ പുറകിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് സിനിമ ഇപ്പൊ ഇത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ ഉണ്ടായാലും ഇല്ലാതായാലും നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഇറങ്ങണ സിനിമകൾ കാണും, ദാറ്റ്സ് ഇറ്റ്. ഈ വയലൻസ് തന്നെ കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. സോ വയലൻസ് ഇറങ്ങാതിരിക്കുക, എന്തോ ചെയ്യട്ടെ. പക്ഷെ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് പീഡനങ്ങളും കൊലപാതകങ്ങളും കത്തിക്കുത്തും വിദ്യാർത്ഥികളുടെ ഇടയിലും അല്ലാത്ത ആൾക്കാരുടെ ഇടയിലും ഒക്കെ ഇത്രയും കാര്യമായിട്ട് ക്രൈംസ് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് മെച്ചോർഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് പകരം, വേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇതിന്റെ കാരണമായി വരുന്നത് സിനിമയാണെന്നുള്ള രീതിയിൽ മാത്രം എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അനുകരിക്കാനൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കഞ്ചാവ് വലിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു സിനിമ കണ്ടിട്ട് കള്ളു കുടിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും തല്ലിക്കൊല്ലാനുള്ള പ്രവണത നിങ്ങൾക്ക് ഒരു സിനിമ കണ്ടിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. മാനസികമായിട്ട് എന്തൊക്കെയോ വിഷയമുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. ഉണ്ട്. അത് സ്വയം മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ്. അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾക്ക്, കൂടെയുള്ളവരുടെ ഇത്തരത്തിലുള്ള വല്ല പ്രവണതകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ, നിങ്ങളുടെ കൂടെ വരുന്ന ആളുകൾ, നിങ്ങളുടെ കൂടെ സിനിമയ്ക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ആ സിനിമയിലുള്ള ചെറിയ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്ന സമയത്ത് അത് കണ്ടിട്ട് അനുകരിക്കാനുള്ള ഒരു പ്രവണത നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് വരുന്നുണ്ടെങ്കിൽ, അത് ചെറിയ കാര്യം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അപ്പം തന്നെ
അയാളെ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ അയാളെ ഉപദേശിക്കണം. എന്തോ പ്രശ്നമുണ്ട്, നിങ്ങളുടെ ബ്രെയിൻ കപ്പാസിറ്റി ഇഷ്യൂ ഉണ്ട്, തിങ്കിങ് കപ്പാസിറ്റിയിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, നിനക്ക് ഒരു സംഭവമുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാം. നീ വല്ല സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ പോയി കണ്ടിട്ട് നീ ഒരു പ്രശ്നം പറയണം. എനിക്ക് സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, എനിക്ക് അതേപോലെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നുണ്ട്, ചിന്ത ഉണ്ടാവുന്നുണ്ട്, ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്, എന്നെ ഇതൊന്ന് കൗൺസിൽ ചെയ്ത് ശരിയാക്കണം, പ്രയാസമുണ്ട്, അത് സൈക്യാട്രിക് ഇഷ്യൂ ആണ് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്നൊന്നും അറിയില്ല, എന്നെ ഒന്ന് കൗൺസിൽ ചെയ്യണം, വേണ്ട ട്രീറ്റ്മെൻറ്റ് എനിക്ക് തരണം, തെറാപ്പി തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ടുപോകും. സ്വയം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വയം ഒന്ന് പോയിട്ട് ചികിത്സിക്കുന്നത് ആക്ച്വലി നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, എന്തുകൊണ്ട് ആരും ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല? സ്കൂളുകളിൽ 5ാം ക്ലാസ് തൊട്ടിട്ട് 5 വിട് ഒരു 6ാം ക്ലാസ് തൊട്ടിട്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇപ്പോൾ PT പീരീഡ് കൊടുക്കുന്ന പോലെ തന്നെ ആഴ്ചയിൽ 2 ദിവസം ഒരു പീരീഡ് കൗൺസിലിംഗ് സെഷൻസ് വെക്കാത്തത്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ക്യാരക്ടർ ഡെവലപ്മെന്റ്, ബിഹേവിയറൽ ഡെവലപ്മെന്റ്, എമ്പതി, സിമ്പതി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിള്ളേരുടെ ഇടയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്ത, മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കൗൺസിലിംഗ് സെഷൻസ് ഒരു സൈക്കോളജിസ്റ്റിനെ എന്തുകൊണ്ട് കാശ് കൊടുത്ത് നിയമിക്കുന്നില്ല? അത് ഗവൺമെന്റ് സ്കൂളുകളിലായിക്കോട്ടെ, പ്രൈവറ്റ് സ്കൂളുകളിലായിക്കോട്ടെ, കോളേജുകളിലായിക്കോട്ടെ, എവിടെയോ ആയിക്കോട്ടെ, വേണ്ട കാര്യമല്ലേ? സെക്സ് എഡ്യൂക്കേഷൻ പോലെ തന്നെ ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തും വളരെ പ്രധാനമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായില്ലേ? മെന്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്കൂൾ തൊട്ടേ ചെയ്യണ്ടേ? അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനുള്ള ചർച്ചകൾ എന്തേ ഉണ്ടാവാത്തത്? അത് നമ്മളെ പോലത്തെ ഈ ചെറിയ ചാനൽസ് സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മെയിൻ സ്ട്രീം ചാനൽസ് ഒക്കെ കൊട്ടിയോഴിച്ച് നടക്കുന്നുണ്ടല്ലോ. അവരിതൊരു ചർച്ച വിഷയമായിട്ട് കൊണ്ടുവന്നിരുത്ത്. രാത്രി 8 മണിത്തെ ചർച്ച 5 പേരെ പിടിച്ചിരുത്തിയിട്ട് 5 മിനിറ്റ് തരും എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങള് കൊണ്ടുവന്നിരുത്ത് ചർച്ച ചെയ്യേ. സ്കൂളുകളിൽ PT പീരീഡ് പോലെ മെന്റൽ ഹെൽത്ത് പോലെയുള്ള ക്ലാസുകൾ നിർബന്ധമാണ് എന്നുള്ളൊരു ടോപ്പിക്ക് വെക്കി ചർച്ച ചെയ്യേ. കൗൺസിലിംഗ് സെഷൻസ് വരട്ടെ, 80 വരട്ടെ, 80 വരട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ചെയ്യാൻ വേണ്ടി പറ്റിയ സ്കൂളിൽ ചെയ്യേ. നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ ചെയ്യാൻ പറ്റട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരട്ടെ. സിനിമയുടെ മണ്ടയ്ക്ക് കയറില്ലേ? സിനിമയുടെ മണ്ടയ്ക്ക് മാത്രം കയറുന്നത് പറയട്ടെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വീണ്ടും പറയണു, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനല്ല ഇല്ല എന്നല്ല, പക്ഷെ സിനിമയുടെ മേക്കിട്ട് മാത്രം കയറുന്ന ആളുകൾ ഇമ്മച്യൂർഡ് ആണെന്ന് പറയേണ്ടി വരും. സിനിമ നിരോധിച്ചാൽ ഇവിടെ തീരില്ല എന്ന് വിശ്വസിക്കുന്നതോടത്താണ് പ്രശ്നം. സിനിമ ഇത്തരത്തിലുള്ള സിനിമകൾ വരല് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൈം നിൽക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നടക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തെറ്റെന്ന് ഞാൻ പറയും. സിനിമ നിർത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല. ചിലരുടെ മെന്റൽ ഹെൽത്ത് ശരിയല്ല, കപ്പാസിറ്റി ശരിയല്ല, വളരെ മോശമാണ്. ആ കപ്പാസിറ്റി വളരെ ആ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക ചെയ്യത്തുള്ളൂ. അതൊരു ഇഷ്യൂവാ, ഉള്ളിനുള്ളിലുള്ളൊരു ഇഷ്യൂവാ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ മാർക്ക് ഇറങ്ങിയ സമയത്ത് 18-ന് മുകളിലുള്ളവരെ കാണാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ 18-ന് മുകളിലുള്ള ആൾക്കാർ മാത്രമാണോ ആ സിനിമ കാണാൻ വേണ്ടി പോയിരിക്കുന്നത്? അല്ല, 18-ന് താഴെയുള്ളവരും ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? തിയേറ്ററുകാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തിയേറ്ററുകാർ ID കാർഡ് വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് ആളുകളെ കയറ്റാൻ. അത് എത്ര തിയേറ്റേഴ്സ് അങ്ങനെ ചെയ്തിട്ടില്ല. എത്ര തിയേറ്റേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്? എല്ലാത്തിനെയും പിടിച്ച് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക്. 18-ന് താഴെയുള്ള പിള്ളേരും ആ സിനിമ കാണാൻ കയറിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? കയറിയിട്ടുണ്ട്. 18+ നിർബന്ധമായിട്ട് എന്താണ് പറയുക സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമയ്ക്ക് എങ്ങനെ 18-ന് താഴെയുള്ള ആൾക്കാർ കയറും? ആര് കയറാൻ വേണ്ടിയിട്ട് അനുവദിച്ചു? തിയേറ്ററുകാരുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? അപ്പൊ ഇതിലെന്താ അറിയോ, എല്ലാവരും റെസ്പോൺസിബിൾ ആയിരിക്കണം. സിനിമാക്കാർ മാത്രമല്ല, സിനിമാക്കാർ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഓഫ് കോഴ്സ് ആയിക്കോട്ടെ. പക്ഷെ സിനിമാക്കാർ മാത്രമല്ല, തിയേറ്ററുകാർ റെസ്പോൺസിബിൾ ആയിരിക്കണം, സ്കൂൾ റെസ്പോൺസിബിൾ ആയിരിക്കണം, കോളേജ് റെസ്പോൺസിബിൾ ആയിരിക്കണം, ടീച്ചേഴ്സ് റെസ്പോൺസിബിൾ ആയിരിക്കണം, പോലീസ്, അഡ്വക്കേറ്റ്സ് എല്ലാവരും റെസ്പോൺസിബിൾ ആയിരിക്കണം. അത്രേ പറയുന്നുള്ളൂ. ഒന്നിന്റെ തലയിൽ മാത്രം വെച്ച് കൊടുക്കുന്നതിൽ മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ദാറ്റ്സ് ഇറ്റ്.